ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വീണ്ടും കൂടി വരുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ക്രമീകൃതമായി പഠിച്ചു വരികയാണ്. പ്രായോഗികമായി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോട് യോഹന്നാൻ വെളിപ്പെടുത്തുന്ന ആത്മീക സത്യങ്ങളുമായി ബന്ധപ്പെടുത്തി ആ വിഷയങ്ങളെ പഠിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് ആ നിലയിൽ കർത്താവിന് അനുരൂപമായി രൂപപ്പെടുത്തുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവവചനത്തിന് അനുരൂപമായി രൂപപ്പെടുത്തുവാനായിട്ട് ഇടയാകും എന്നുള്ളത് കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തെ ആ നിലയിൽ അനുഗ്രഹപൂർണ്ണമാക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നിന്ന് മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തോടുള്ള ബന്ധത്തിലെ ചില ആത്മീക സത്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ആ വിഷയത്തെ കർത്താവ് എടുത്തുദ്ധരിച്ചുകൊണ്ട് നിക്കോദെമസിനോട് സംസാരിക്കുന്ന രംഗമാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പൊ കർത്താവ് എന്തുകൊണ്ട് ആ വിഷയം എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് പ്രധാന വിഷയം. അതിന്റെ പിന്നിലെ, അല്ലെങ്കിൽ മോശ ആ പിച്ചള സർപ്പത്തെ ഉയർത്തുന്നതായിരിക്കുന്ന പശ്ചാത്തലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. അവിടെ ഒരുക്കപ്പെട്ട പരിഹാരത്തെ നമ്മൾ 3-4 സെക്ഷനായിട്ട് ചിന്തിച്ചു. അതിൽ ഏറ്റവും സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനിൽ വന്ന പാപത്തിന് ഏറ്റവും ലളിതമായ ഒരു പരിഹാരമാണ് മോശ മുഖാന്തരം പിച്ചള സർപ്പത്തെ ഉയർത്തിയത്. 2, അത് ഉറപ്പായ പരിഹാരമാണ്, മതിയായ പരിഹാരമാണ്. ഈ 3 വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. അത് ആവർത്തിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ വിഷയം, പിച്ചള സർപ്പത്തെ ഉയർത്തിയ വിഷയം എങ്ങനെ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം, നിക്കോദെമസിന്റെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ പ്രധാന വിഷയം പുതുതായി ജനിക്കുക അല്ലെങ്കിൽ വീണ്ടും ജനിക്കുക എന്നുള്ള വിഷയം. അപ്പൊ അതുമായിട്ട് ഈ പിച്ചള സർപ്പം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. അപ്പോൾ കർത്താവ് അവിടെ പറയുന്നത്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അപ്പോൾ കർത്താവ് 2 നിലയിലുള്ള ഉയർത്തപ്പെടലുകളെ ഒറ്റ വാക്കിൽ അവിടെ ചിന്തിക്കുന്നു. നമുക്കറിയാം, കർത്താവ് പല കാര്യങ്ങൾ നിക്കോദെമസിനോട് പറഞ്ഞു. ഈ പുതുജനനം എന്താണ്, വീണ്ടും ജനനം എന്താണെന്ന് പല നിലകളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. കാറ്റിനോട് ഉപമിച്ചു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് പറഞ്ഞു. ഇതൊന്നും നിക്കോദെമസിന് വേണ്ടുവോളം ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആത്മീക സത്യങ്ങളെ ശരിയായ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തില്ല. നിക്കോദെമസ് ന്യായപ്രമാണത്തിന്റെ ഗുരുവാണ്, ഉപദേഷ്ടാവാണ്, കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷെ കർത്താവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചന വിഷയങ്ങളിൽ പലതും വേണ്ടതുപോലെ ഗ്രഹിക്കുവാൻ നിക്കോദെമസിന് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ശരിയായ വിഷയം. അതിന് കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു വീണ്ടും ജനന അനുഭവത്താലുള്ള പ്രവൃത്തി നിക്കോദെമസിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിക്കോദെമസ് കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയവും ഇത് തന്നെയാണ്. അപ്പോൾ മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. ഈ മനുഷ്യപുത്രൻ എന്ന് കർത്താവ് പരാമർശിക്കുന്നത് കർത്താവിനെ കുറിച്ച് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു സംവാദത്തിന്റെ, അല്ലെങ്കിൽ നിക്കോദെമസുമായിട്ടുള്ള ഈ ഒരു ചർച്ചയുടെ ഒരു കൺക്ലൂഷനായിട്ടാണ് കർത്താവ് ഈ വിഷയങ്ങളിലേക്ക് വരുന്നത്. എന്താണ് വീണ്ടും ജനനം, അതെങ്ങനെ സാധിക്കാം എന്നുള്ള വിഷയം കർത്താവ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട്, കൃത്യമായിട്ട്, വ്യക്തമായിട്ട് നിക്കോദെമസിനോട് പറയുകയാണ്. അപ്പോൾ പിച്ചള സർപ്പം മരുഭൂമിയിൽ അത് എങ്ങനെയാണ്, എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ള വിഷയം നിക്കോദെമസിന് അറിയാം. അപ്പോൾ ആ വിഷയത്തിലെ ആത്മീക പാഠങ്ങളെ കർത്താവ് ഇവിടെ എടുത്തു കാണിച്ചിട്ട് പറയുകയാണ്, അതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. 2 പ്രധാന ആശയങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട്. ഒന്ന്, കർത്താവ് പ്രൈമറി ആയിട്ട്, പ്രാഥമികമായിട്ട് കർത്താവിന്റെ ക്രൂശ് മരണത്തെയാണ് ഉയർത്തപ്പെടുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തേണ്ടതാകുന്നു. 2-മത്തെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പുനരുദ്ധാനവും ഉൽപ്രാപണവും, സ്വർഗത്തിലേക്കുള്ള ആരോഹണവും മഹത്വ പ്രത്യക്ഷ അല്ലെങ്കിൽ മഹത്വീകരണവും, ഗ്ലോറിഫിക്കേഷൻ നമുക്ക് പറയാം. അപ്പോൾ ഇത് 2 ഉയർത്തപ്പെടലിന്റെ 2 ഘട്ടങ്ങളാണ്. ഒന്ന്, ക്രൂശന്മേൽ ഉയർത്തപ്പെടുക. അതിനെയാണ് കർത്താവ് ഡയറക്റ്റ്ലി ഈ പിച്ചള സർപ്പവുമായിട്ട് ലിങ്ക് ചെയ്ത്, നമ്മൾ ആരാധനയോടുള്ള ബന്ധത്തിൽ നമുക്കറിയാവുന്ന വിഷയമാണ് ഇത്. കർത്താവിന്റെ ക്രൂശ് മരണത്തെയാണ് ഇത് പ്രാഥമികമായിട്ട് ബന്ധപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിന്റെ 2-ാം തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് അവിടെ പറയുന്ന വിഷയത്തില്, കർത്താവ് നമുക്കറിയാം മനുഷ്യരൂപത്തിൽ മനുഷ്യപുത്രനായിട്ടാണ് കർത്താവ് നിക്കോദെമസിന്റെ അടുക്കൽ നിൽക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ പുനരുത്ഥാനവും
സ്വർഗാരോഹണവും കൂടെ ഈ ഉയർത്തപ്പെടലിൽ ചേർന്ന് വരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് കുറച്ചുകൂടെ ആഴത്തിലേക്ക് കടന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ പ്രൈമറി മീനിങ് എന്ന് പറഞ്ഞാൽ ക്രൂശുമരണമാണ്. കാരണം ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം അല്ലെങ്കിൽ രക്ഷ എന്നുള്ള വിഷയമാണ്. അതിനോടുള്ള ബന്ധത്തിൽ പ്രാഥമികമായിട്ട് നിൽക്കുന്ന വിഷയം കർത്താവിന്റെ ക്രൂശ് മരണമാണ്. ക്രൂശ് മരണം മാത്രമല്ല, ഉയർത്തെഴുന്നേൽപ്പും വിഷയം. കർത്താവ് ക്രൂശിൽ മരിച്ച് അങ്ങ് അടക്കപ്പെട്ട് തീർന്നിരുന്നുവെങ്കിൽ മറ്റേതൊരു കൊലപാതകനെയും പോലെ ക്രൂശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടു പോയേനെ. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ വിഷയം കൂടെ ചേർത്ത് പറഞ്ഞത്. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇപ്പം സാർ നമ്മൾ കേട്ട് പരിചയിക്കുന്ന ഒരു ആശയമുണ്ട്. അപ്പൊ മോശ ഉയർത്തിയത് കർത്താവിന് ക്രൂശ് മരണമാണ് നമ്മൾ പഠിച്ചു വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പുനരുദ്ധാനത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ സനേശ്വറിയ വചനത്തിന് പുറത്തേക്ക് പോയെന്നാണ് പ്രാഥമികമായിട്ട് നമ്മുടെ ഉള്ളിൽ വരിക. അത് നമ്മുടെ മനുഷ്യ സ്വഭാവം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് എന്താ പറയാ ഒന്ന് താളത്തിലൊക്കെ പറഞ്ഞത്. കർത്താവ് ക്രൂശിൽ മരിച്ചു, അവിടെ അടക്കപ്പെട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് വീണ്ടെടുപ്പ് ഒരുക്കത്തില്ലായിരുന്നു. അപ്പോൾ ആ ഉയർത്തപ്പെടലിൽ കർത്താവിന്റെ പുനരുത്ഥാനവും അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും കൂടെ ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോഴാണ് ആ കർത്താവിന്റെ വീണ്ടെടുപ്പ് പദ്ധതി പൂർത്തിയാകുന്നത് കർത്താവിന്റെ പുനരുദ്ധാനത്താലാണ് എന്നുള്ള വിഷയം നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ട് ആവശ്യമുണ്ട്. ഈ വിഷയത്തിലേക്ക് അതിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് വളരെ സ്പെസിഫിക് ആയിട്ടാണ് ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ കമ്പയർ ചെയ്തു, മോശ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. അടുത്ത വാക്കിൽ പറയുന്ന വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുക. അപ്പം നിക്കോദോമസ് എന്ന് പറയുന്ന വ്യക്തി വളരെ പണ്ഡിതനാണെങ്കിലും ഈ വിഷയങ്ങൾ കർത്താവ് ഇതുവരെ പറഞ്ഞ വിഷയങ്ങൾ വേണ്ടുവോളം ഗ്രഹിക്കുവാൻ കഴിയാത്ത സ്ഥിതിക്ക് കർത്താവ് വളരെ വ്യക്തമായിട്ട് ആ വിഷയങ്ങൾ നിക്കോദോമസിനോട് പറയുകയാണ്. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പൊ അവിടെ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തെടുത്ത് സംഭവിക്കുന്ന വിഷയം അവരപ്പോൾ ജീവിക്കുക, അവർക്ക് നിത്യജീവൻ ലഭിക്കുന്നില്ല. പാമ്പ് കടിച്ചു, വിഷപ്പാമ്പ് കടിച്ചു, അവർ മരിക്കുവാനായിട്ട് അവർ മരണത്തിന് വിധേയപ്പെടുമ്പോൾ ഈ സർപ്പത്തെ നോക്കുമ്പോൾ അവർക്ക് ജീവൻ ലഭിക്കുന്നു, അവർ മരിക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ആശയം. എന്നാൽ ഇവിടെ കർത്താവ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആ വിഷയം പറയണം. അതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. എന്നാൽ ഉയർത്തപ്പെടുന്നതിന്റെ പ്രത്യേകത വിശ്വസിക്കുന്നവന് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ വെറുതെ നോക്കുക എന്നുള്ള ആശയത്തിനല്ല കർത്താവ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. മോശയുടെ വാക്ക് വിശ്വസിച്ചവരാണ് പിച്ചള സർപ്പത്തെ നോക്കിയത്. അതുപോലെ അല്ലാത്തവരെ നോക്കിയിട്ടില്ല, അവർ രക്ഷ പ്രാപിച്ചിട്ടുമില്ല. അപ്പൊ കർത്താവ് ഇവിടെ ആ വിശ്വാസത്തിന്റെ പ്രാധാന്യം വ്യക്തമായിട്ട് എടുത്തു പറയുക. നമ്മൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ശ്രദ്ധിച്ചു, ഈ പിച്ചള സർപ്പത്തെ ഇസ്രായേൽ ജനത്തിന് ഒരു രക്ഷയുടെ മുഖാന്തരമായിട്ട് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ പിന്നീട് ഇവര് ഈ പിച്ചള സർപ്പത്തെ ഒരു ആരാധനാ മൂർത്തിയായിട്ട് മാറ്റി. എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി ഉയർത്തപ്പെട്ടു എന്നുള്ളത് മറന്ന് അവരതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്നും ഈ ക്രൂശ് മരണം, കർത്താവിന്റെ ക്രൂശ് മരണം മരുഭൂമിയിൽ പിച്ചളത്തെ സർപ്പത്തെ ഉയർത്തുന്ന സമാനമാണ്. ഇന്ന് ആൾക്കാര് അതുകൊണ്ട് കുരിശ് കഴുത്തെ കെട്ടിയിട്ടുണ്ട് നടക്കുക. കർത്താവിന്റെ കൽപ്പന ക്രൂശിലേക്ക് നോക്കാനാണ്. അപ്പൊ ക്രൂശ് കഴുത്തൽ കെട്ടുന്നതിന്റെ ഉദ്ദേശം എന്താ? നോട്ടം അതിൽ നിന്ന് മാറി. അതല്ല കർത്താവ് പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും നെഹുഷ്ടാൻ എന്ന് പേരിട്ട് അതിനെ ഒരു ക്രൂശ് എന്നും ശാപത്തിന്റെ പാപത്തിന്റെ ഒരു ചിഹ്നമായിട്ടാണ് ക്രൂശ് നിൽക്കുന്നത്. അവിടെയാണ് ഒരു ശാപമൃത്യു എന്ന് നമ്മൾ വായിക്കുന്നത്. നമുക്ക് അറിയാവുന്ന ടേംസ് ആണ്. ശാപത്തിന്റെ അടയാളമാണ് ക്രൂശ്. അത് കർത്താവ് തൂങ്ങപ്പെട്ടപ്പോഴും അത് ശാപത്തിന്റെ അടയാളം തന്നെയാണ്, അത് വിശുദ്ധമായിട്ടില്ല. നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് ശാപഗ്രസ്തനായി ക്രൂശം വഹിച്ച് ക്രൂശിന്മേൽ യാഗമാക്കി തീർക്കപ്പെടുമ്പോൾ റോമൻ നീതിയുടെ മുമ്പാകെ കർത്താവിന്റെ കാലയളവിൽ എക്കാലവും ക്രൂശ് എപ്പോഴും ശാപത്തിന്റെ പാപത്തിന്റെ ശിക്ഷാവിധിയുടെ സിംബലാണ്. എന്നാൽ കർത്താവ് അതിൽ മരിച്ചു എന്ന കാരണത്താൽ മതസ്ഥർ അതിനെ വിശുദ്ധമാക്കി കഴുത്തൽ തൂക്കി. അപ്പോൾ സംഭവിച്ച വിഷയം, ഈ ഉയർത്തപ്പെട്ട സർപ്പത്തെ അല്ലെങ്കിൽ ആ സർപ്പത്തെ എന്തിനു വേണ്ടി സർപ്പത്തെ പ്രതിനിധീകരിച്ചോ അതുപോലെ തന്നെ ഉയർത്തപ്പെട്ട കർത്താവിനെ അവർ വിട്ടിട്ട് ക്രൂശിനെ അവർ നോക്കുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് ഇടറിപ്പോയി. അപ്പോൾ ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയും എന്തുകൊണ്ടാണ് ഈ പിച്ചള സർപ്പത്തെ അല്ലെങ്കിൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ മനുഷ്യപുത്രനെ എന്തുകൊണ്ട് നോക്കണം? വിശ്വസിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. വളരെ കൃത്യമായിട്ട് കർത്താവ് ആ വിഷയം അവിടെ പറയുന്നു. അപ്പോൾ ഈ നോട്ടത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വിശ്വാസം എന്നുള്ളത്. എന്തുകൊണ്ട് കർത്താവ് നോക്കാൻ പറയാൻ കാരണം? ഇതിനെല്ലാം വളരെ ആത്മീയ അർത്ഥങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഏദൻ തോട്ടത്തില് സസ്യം നട്ടുവെച്ചപ്പോൾ തോട്ടത്തിലുള്ള എല്ലാ ഫലങ്ങളും കഴിക്കാനായിട്ട് പെർമിഷൻ കൊടുത്തു. നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് കൽപ്പന കൊടുത്തു. മനുഷ്യന്റെ നോട്ടം എങ്ങോട്ടായിരുന്നു? വിലക്കപ്പെട്ടതിലേക്കായിരുന്നു. അത് ഹവ്വ അതിലേക്ക് നോക്കിയപ്പോൾ അത് ആസ്വാദ്യകരമായിട്ട് കണ്ടു, ഭംഗിയുള്ളതായിട്ട് കണ്ടു. വിലക്കപ്പെട്ടതിലേക്ക് ഒരു നോട്ടമാണ് മനുഷ്യനെ പാപക്കുഴിയിലേക്ക് ചെന്നെത്തിച്ചത്. അതുകൊണ്ട് കർത്താവ്
ചെയ്ത പ്രവൃത്തി, ആ നോട്ടം രക്ഷകങ്കിലേക്കാക്കണം എന്നത് കർത്താവ് കൃത്യമായിട്ട് ചിന്തിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ക്രമീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്നും മനുഷ്യന്റെ സ്വഭാവം ഈ വിലക്കപ്പെട്ടതിലേക്കുള്ള നോട്ടമാണ്. നമ്മൾ അതിന് ന്യായങ്ങൾ കണ്ടെത്തുക. അപ്പൊ പിശാച് അവിടെ ന്യായങ്ങൾ കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ ദൈവത്തെ പോലെയാകും. ആ വാക്ക് കേട്ടപ്പോഴാണ് അത് ഏറ്റവും ഭംഗിയുള്ളതായിട്ട് തോന്നുന്നത്. ഇന്ന് വിശ്വാസികളായിരിക്കും നമ്മുടെ ജീവിതത്തിലും വിലക്കപ്പെട്ട പലതിനോടും, ദൈവവചനം വിലക്കുന്ന പലതിനോടും നമ്മൾക്ക് കൂടുതൽ അഭിനിവേശം, താല്പര്യം തോന്നുന്നു. എന്നാൽ ഇവിടെ കർത്താവ് യോഹന്നാനുമായിട്ട് നിക്കോദെമോസുമായിട്ട് സംസാരിച്ച വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ആ വിഷയത്തിലേക്ക്, വീണ്ടും ജനനം എന്ന് പറയുന്നത് വിശ്വാസത്താലാണ്. അതാണ് കർത്താവ് ഏറ്റവും ലളിതമായിട്ട് അവിടെ പറയുന്നത്. അപ്പോൾ വീണ്ടും ജനനം എന്ന വിഷയം നിക്കോദെമോസിനോട് പറയുമ്പോൾ ആദ്യം നിക്കോദെമോസിനൊന്നും മനസ്സിലായില്ല. അവർ തമ്മിൽ ചുരുങ്ങിയ നിമിഷങ്ങളല്ല, വളരെ ദീർഘമായ സംസാരം അവിടെ നടക്കുന്നുണ്ട്. ഈ സംസാരത്തിന്റെ അവസാനത്തിൽ വരുമ്പോൾ കർത്താവിന് ഒരു കാര്യം മനസ്സിലായി. ഇദ്ദേഹം യഹൂദ പണ്ഡിതനാണെങ്കിലും വീണ്ടും ജനനം സംബന്ധിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ മുഖാന്തരം ഇവരുടെ ഉള്ളിൽ വേണ്ടത്ര ഒരു ക്രിയ നടന്നിട്ടില്ല. അപ്പൊ പണ്ഡിതനായതുകൊണ്ട്, ന്യായപ്രമാണം സംബന്ധിച്ച് ശുഷ്കാന്തി ഉള്ളവനായതുകൊണ്ട് നിക്കോദെമോസിനോട് സ്വാഭാവിക ഒരു മനുഷ്യനോട് ഇടപെടുന്നതിൽ കുറച്ചുകൂടെ ഗൗരവമായിട്ട് കർത്താവ് ഇടപെട്ട് സംസാരിച്ചു, കാര്യങ്ങളെ വ്യക്തമായിട്ട് കൊണ്ടുവരും. നമുക്കറിയാം കർത്താവ് ഓരോ വ്യക്തികളോടും ഇടപെടുന്നത് അവരുടെ നിലവാരം അല്ലെങ്കിൽ അവരുടെ പശ്ചാത്തലം അനുസരിച്ച. പൗലോസിനോട് ഇടപെട്ടതുപോലെയല്ല പത്രോസിനോട് ഇടപെട്ടത്, അതുപോലെയല്ല നിക്കോദെമോസിനോട് ഇടപെട്ടത്. ഈ വിഷയം പറഞ്ഞു വന്ന് തൻ്റെ ശ്രദ്ധയിൽ ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യപുത്രൻ മരിക്കും അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടും എന്നുള്ള ഒരു സൂചന അവിടെ കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, മരണത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവന് പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് മനുഷ്യപുത്രനെ ഉയർത്തുന്നത്. അപ്പോൾ ഏവനും എന്നതിലേക്ക് നിക്കോദെമോസിനെ ചേർത്ത് കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് പറയുകയാണ്, നിക്കോദെമോസേ, നിന്റെ കൂടി വീണ്ടെടുപ്പിന് വേണ്ടിയാണ് മനുഷ്യപുത്രൻ ക്രൂശിന്മേൽ ഉയർത്തപ്പെടുവാനായിട്ട് പോകുന്നത്. കേവലം ഉയർത്തപ്പെടുകയല്ല, കർത്താവിന്റെ ആ ക്രൂശ് പിന്നീടുള്ള പ്രോസസ് മുഴുവൻ ആ ഒരു ലക്ഷ്യം, ഈ കർത്താവ് പറഞ്ഞ വിഷയത്തിന്റെ ഗൗരവം നിക്കോദെമോസ് എത്രത്തോളം ഉൾക്കൊണ്ടു എന്നത് നമുക്ക് പിന്നീടുള്ള നിക്കോദെമോസിനെ കുറിച്ച് 1-2 പരാമർശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. കർത്താവുമായിട്ടുള്ള സംസാരം നിക്കോദെമോസിന്റെ ജീവിതത്തിൽ ശരിയായ ഒരു മാനസാന്തരത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. കർത്താവിനെ ക്രൂശിക്കുന്നിടത്ത് കല്ലറയ്ക്കൽ സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് നിക്കോദെമോസ് വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ ഈ കർത്താവ് ഇവിടെ പറഞ്ഞ വിഷയത്തിന്റെ നേർരൂപം നിക്കോദെമോസിന് തൻ്റെ കണ്ണുകൊണ്ട് അവിടെ കാണുവാനായിട്ട് ഇടയായി. നമ്മൾ ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഗൗരവമൊന്നും വേണ്ടത്ര അറിയില്ല, മനസ്സിലാകുന്നില്ല, നമ്മൾ കാണുന്നില്ല. വചനത്തിൽ പറയുന്ന വിഷയം ഒന്ന് വായിക്കുന്നു, കുറച്ച് ഇമോഷണൽ ആകുന്നു എന്നല്ലാതെ ആ ശരിയായ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ, അതാണ് നമ്മുടെ വിശ്വാസ ജീവിതം ഇങ്ങനെ എന്താ പറയുക, ഒന്ന് താളം തെറ്റിപ്പോകുവാനായിട്ടുള്ള ഒരു കാരണം. കർത്താവ് വാസ്തവത്തിൽ എന്താണ് അനുഭവിച്ചത് എന്ന് നമുക്ക് വേണ്ടോളം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ നിക്കോദെമോസ് കർത്താവിന്റെ അടുക്കൽ വന്നതിന് ശേഷം പിന്നീട് ചില നാളുകൾ കഴിഞ്ഞ് യഹൂദന്മാര് കർത്താവിനെ പിടിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നിക്കോദെമോസ് വളരെ യുക്തി ഉപയോഗിച്ച് കർത്താവിനെ നിക്കോദെമോസ് രക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇവരുടെ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധിക്കുവാനായിട്ട് നിക്കോദെമോസ് ശ്രദ്ധിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ന്യായപ്രമാണത്തിൽ ശരിയായ വിസ്താരം കൂടാതെ ഒരു വിധി പ്രസ്താവിക്കുവാനായിട്ട് കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ യഹൂദന്മാർ സൈലന്റ് ആകുകയും കർത്താവ് അവിടെ നിന്ന് മാറുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. പിന്നീട് നമ്മൾ നിക്കോദെമോസിനെ കാണുന്നത് കർത്താവിന്റെ കല്ലറയ്ക്കല. ഈ കല്ലറയ്ക്കൽ ഈ പിച്ചള സർപ്പത്തെ ഉയർത്തിയ ഈ വിശദീകരണം കല്ലറയ്ക്കൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് നിക്കോദെമോസ് ശ്രദ്ധിക്കുമ്പോഴാണ് ശരിയായ നിലയിൽ മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ, ഈ നിക്കോദെമോസ് അക്കാലത്ത് അവിടെ ഇല്ല, ഇത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് നിക്കോദെമോസ് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ തിരിഞ്ഞ് താൻ ആ ചിത്രം കാണുമ്പോൾ എത്ര ഹൃദയസ്പർശിയായിരുന്നു ആ രംഗമെന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കണം. നമ്മൾ ഈ കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ മതക്കാര് ക്രൂശിന്റെ വഴിയൊക്കെ സഞ്ചരിച്ച് ത്യാഗമൊക്കെ സഹിക്കുന്നു. പക്ഷെ നമ്മൾ ക്രൂശിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന അതിപ്രധാനമായ ചില വിഷയങ്ങൾ, അതാണ് ഈ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായിട്ട് എഴുതുന്നത്. ഇവിടെ ഇതിന് ശേഷമുള്ള വിഷയങ്ങളിൽ കർത്താവ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തേർഡ് പേഴ്സൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് തന്നെ വിഷയം പറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ചിലര് അത് യോഹന്നാന്റെ വാക്കുകളാണെന്ന് പറയുന്നുണ്ട്, അത് വിവാദ വിഷയങ്ങളൊക്കെ ഒന്നും പോകുന്നില്ല, അതിന്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞു വരുന്ന വിഷയം കർത്താവ് അവിടെ കൺക്ലൂഡ് ചെയ്തിട്ടില്ല. 14 വാക്യത്തിൽ കൺക്ലൂഡ് ചെയ്തിട്ടില്ല. താൻ മുന്നോട്ട്
തുടർന്ന് പറഞ്ഞു വരുമ്പോൾ നിക്കോദോമസിനോട് കർത്താവ് ഹൃദ്യമായിട്ടെന്ന് ഞാൻ നിക്കോദോമസിന്റെ ഹൃദയത്തോട് കർത്താവ് വളരെ ശക്തമായിട്ട് ഇടപെടുന്ന ഒരു രംഗം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഞാൻ ആ വിഷയം ചിന്തിച്ചപ്പോൾ ഈ യേശുക്രിസ്തു മനുഷ്യപുത്രൻ ഒരു വാക്ക് ഒറ്റ വാക്കിൽ 14-ാം വാക്യത്തിൽ ഉപയോഗിച്ചതിന് ശേഷം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ആ മനുഷ്യപുത്രൻ ചെയ്ത പ്രവൃത്തിയുടെ മഹത്വത്തെ വളരെ വലുതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അപ്പൊ നമുക്കറിയാം ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ ഏറ്റവും കാതലായിരിക്കുന്ന ഒരു വാക്യമാണ് യോഹന്നാൻ 3:16. എന്നാൽ ആ 3:16 നമ്മൾ ശ്രദ്ധിച്ച് അതിലേക്ക് ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ കർത്താവ് തുടർന്നുള്ള ഈ 3, 4, 5 വാക്യങ്ങൾ കൊണ്ട് ക്രിസ്തീയ ദൈവശാസ്ത്രം കംപ്ലീറ്റ് അവിടെ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ വിഷയത്തിലേക്ക് വരുമ്പോൾ അതിൽ 1-2 പ്രയോഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ 15-ൽ വായിച്ചത് വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കണം. അപ്പൊ നിക്കോദോമസിനോട് കർത്താവ് ഒറ്റ വാക്കിൽ പറഞ്ഞത് പുതുജനനം എന്ന് പറഞ്ഞാൽ നിത്യജീവൻ പ്രാപിക്കലാണ്. അത് വിശ്വാസത്താലാണെന്ന് കർത്താവ് ഒറ്റ വാക്കിൽ പറഞ്ഞു. നമുക്കറിയാം നിക്കോദോമസ് സ്വാഭാവികമായിട്ടും ഇതൊന്നും അത്ര പെട്ടെന്ന് ഗ്രഹിക്കുവാനായിട്ട് പറ്റുന്നില്ല, നമ്മൾക്കും അത്ര എളുപ്പം പറ്റില്ല. അപ്പോൾ ഇവിടെ കർത്താവ് അതിന്റെ വിശദീകരണമാണ് 16-ാം വാക്യത്തിൽ വരുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മൾ കാണാപ്പാഠം പഠിക്കുന്ന ഒരു വാക്യമായത്. അതിന് ആദ്യത്തെ വാക്ക് തന്റെ ഏകജാതനായ പുത്രൻ. ഈ വാക്യത്തെ പലരും പല നിലകളിൽ മനസ്സിലാക്കുന്നു. ചിലർ പറയുന്നത് ദൈവത്തിന്റെ പുത്രൻ, ദൈവം ജനിപ്പിച്ച മകനാണ്, അല്ലെ ദൈവത്തിന്റെ സൃഷ്ടിയാണ് പുത്രൻ എന്നുള്ള നിലയിലേക്ക് ആളുകൾ വചനത്തെ വ്യാഖ്യാനിച്ചു വരാറുണ്ട്. എന്നാൽ നിക്കോദമസ് എന്ന് പറയുന്ന യഹൂദന് ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവമാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാകത്തക്ക നിലയിലാണ് ഇസ്രായേൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ അതിന്റെ പരാമർശം. അതുകൊണ്ടാണ് യഹൂദന്മാർ ദൈവത്തിനോട് സമനാക്കി എന്ന് പറഞ്ഞ് കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് ശ്രമിക്കുക. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഏകജാതൻ എന്നുള്ള വാക്ക് ദൈവം ജനിപ്പിച്ചു എന്നുള്ള ആശയത്തിലല്ല, ദൈവത്തോട് സമൻ അല്ലെങ്കിൽ ദൈവത്തെ പോലെ തന്നെ എന്നുള്ള ഒരാശയത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഗ്രീക്ക് വാക്കുകളുടെ സംയോജിത രൂപമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഏകജാതൻ. മോണോസ് ജെനോസ് എന്ന 2 ഗ്രീക്ക് വാക്കുകളുടെ സംയോജിത രൂപമാണ് മോണോജെനസ് എന്ന് പറയുന്ന വാക്കാണ് ഏകജാതൻ എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മോണോജെനസ്, MONOGENES, മോണോജെനസ്. ഓൺലി ബിഗോട്ടൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നു, മലയാളത്തിൽ ഏകജാതൻ. നമ്മുടെ മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് ജനിക്കപ്പെട്ടവനാണ്, ദൈവം ജനിപ്പിച്ചവനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്നുള്ള ഒരു ചിന്താഗതി വരാം. പക്ഷെ ഗ്രീക്ക് വാക്കിന്റെ ആശയം എന്ന് പറയുന്നത് വൺ ഓഫ് എ കൈൻഡ് അല്ലെങ്കിൽ വൺ ഓഫ് എ ടൈപ്പ് അല്ലെങ്കിൽ യുണീക്ക് എന്നാണ്, നിസ്തുല്യനാണ്. കുറച്ചുകൂടെ നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാക്കുകൊണ്ട് ഉപയോഗിക്കുന്ന ആശയം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന് സമനായ ആളത്വം എന്ന് തന്നെയാണ്. ദ സെയിം കൈൻഡ്. നമ്മൾ നൈസിൻ ക്രീഡിൽ ഈ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജീസസ് ഈസ് ബിഗോട്ടൻ ആൻഡ് നോട്ട് ക്രിയേറ്റഡ്. വളരെ വ്യക്തമായിട്ട് നൈസിൻ ക്രീഡിൽ ആ വിഷയം പറയുന്നു. യേശു ക്രിസ്തു ജനകനാണ്, ജാതനാണ്, ഏകജാതനാണ്, സൃഷ്ടിയല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രീക്ക് ഭാഷപ്രകാരമുള്ള ഈ വാക്കിന്റെ പ്രയോഗത്തിന്റെ ഏറ്റവും ലളിതമായ ആശയം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ അതേ പൂർണ്ണ ആളത്വത്തിലോട് ചേർന്നുള്ള വ്യക്തിത്വമാണ് പുത്രൻ എന്നുള്ള ആശയത്തിലാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം തൃത്വത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളത്വങ്ങൾ സാരാംശത്തിൽ ഏകമായി തുല്യമായി നിൽക്കുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ എല്ലാ സവിശേഷ ഗുണങ്ങളും ആളത്വപരമായി ക്രിസ്തുവിലും ഉണ്ട് അല്ലെങ്കിൽ പുത്രനിലും ഉണ്ട് എന്നാണ്. അത് ജനിപ്പിച്ചു എന്നുള്ള ആശയത്തിലല്ല, അതൊരു സ്ഥാനീയ നാമമാണ്. അതിൽ 3 പ്രത്യേകത ഞാൻ എടുത്തു പറയുവാനായിട്ട് ഉദ്ദേശിച്ച കുറച്ച് മനസ്സിലാകാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഇത് തൃത്വം എന്നുള്ള ഭാഷ ഇപ്പോഴും പലർക്കും വേണ്ടോളം ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്ന ചില ടേംസ് അങ്ങനെയാണ്. എന്നാൽ നമുക്ക് ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാകത്തക്ക നിലയിൽ എങ്ങനെയാണ് ഈ ഏകജാതൻ അല്ലെങ്കിൽ പിതാവും പുത്രനും എന്നുള്ള ബന്ധം എന്നത് 3 പദങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, നിസ്തുല്യത. നമ്മൾ അതിന്റെ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് യുണീക്ക് എന്നുള്ള ആശയമുണ്ട്, വൺ ഓഫ് എ കൈൻഡ്, യുണീക്ക് എന്നുള്ള ആശയമാണ്. അതിനാണ് നിസ്തുല്യത എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം ദൈവമക്കൾ, നമ്മൾ ദത്തെടുക്കപ്പെട്ടവരാണ്. വീണ്ടും നമുക്ക് ദൈവമക്കൾ എന്നുള്ള പേരുണ്ട്. നമ്മളെ വീണ്ടെടുത്തതാണ് അല്ലെങ്കിൽ ദത്തെടുത്തതാണ്. പക്ഷെ യേശുക്രിസ്തുവിന്റെ
ഈ ജാതൻ എന്നുള്ള വാക്കിന്റെ ആശയം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിഷയമാണ്. അത് നിസ്തുല്യമായി പിതാവായി ദൈവത്തോടുള്ള ഒരു ബന്ധത്തെ കുറിക്കുന്നു ഏകജാതൻ എന്നുള്ള വിഷയം. രണ്ടാമത് നിത്യമായ ബന്ധത്തെ കുറിക്കുന്നു. അതാണ് നൈസിയൻ ക്രീഡിൽ നമ്മൾ വായിച്ചത്. പിതാവുമായി നിത്യ സമത്വ ബന്ധം, നിത്യ സമത്വം, തുല്യത ഉള്ള ബന്ധം, നിത്യ സമത്വ ബന്ധം എന്ന് പറയുന്നത്. സൺ ഈസ് ബിഗോട്ടൻ ആൻഡ് നോട്ട് മെയ്ഡ് ഓർ നോട്ട് ക്രിയേറ്റഡ്. അപ്പോൾ ഏകജാതൻ എന്ന വാക്കിന്റെ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഒന്നാമതായിട്ട് യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ നിസ്തുല്യത. രണ്ട്, യേശു ക്രിസ്തുവിന് പിതാവായ ദൈവവുമായിട്ടുള്ള നിത്യമായ ബന്ധം, അത് സമത്വമുള്ള ബന്ധമാണ്. പിതാവിനോട് തുല്യനാണ്, സമത്വമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാനും പിതാവും ഒന്നാകുന്നു. നമുക്ക് ഒരു ഡിഫറൻഷിയേഷനും അവിടെ ഇല്ല. നമുക്കറിയാം, നമ്മൾക്ക് മക്കൾ ജനിക്കുമ്പോൾ ചില സാമ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഒത്തിരി ഉണ്ടാവും. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പുത്രത്വത്തിൽ ദൈവം ജനിപ്പിച്ചതല്ല എന്നുള്ളതാണ് അടിസ്ഥാന വിഷയം. അത് ദൈവത്തിന്റെ ആളത്വത്തിൽ സ്ഥാനീയമായി നിസ്തുല്യമായി നിൽക്കുന്ന ഒരു നിത്യബന്ധത്തെ കുറിക്കാൻ വേണ്ടിയാണ് ഏകജാതൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ യാതൊരു നിലയിലും പിതാവായ ദൈവത്തിൽ നിന്ന് ആളത്വപരമായോ ദൈവത്വപരമായോ സ്വഭാവ ഗുണങ്ങളിലോ ഒരു നിലയിലും യാതൊരു വ്യത്യാസവുമില്ലാതെ ഏകമായി സാരാംശത്തിൽ തുല്യമായി നിൽക്കുന്നു. സ്ഥാനീയ പദവിയിൽ നാമത്തിലാണ് അവിടെ ഡിഫറൻസ് ഉള്ളത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ വിഷയം ദൈവിക പ്രകൃതം. യേശുക്രിസ്തുവിന്റെ പുത്രത്വം ദിവ്യ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. അതാണ് അതിന്റെ ഏറ്റവും ലളിത രൂപം. യോഹന്നാൻ 5:18 വരുമ്പോൾ നമ്മൾ യോഹന്നാൻ 5:18 വായിക്കുന്നത്, അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു വന്നു. ഇത് ഞാൻ ഓൾറെഡി മുമ്പ് പരാമർശിച്ച വാക്യമാണ്. അവിടെ പുത്രത്വം, സ്വന്തം പിതാവ് എന്ന പിതാവാൻ ദൈവത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് അത് മനസ്സിലായത് ദൈവത്തോട് അവൻ സമനാക്കി, അല്ലെങ്കിൽ ദൈവിക പ്രകൃതം എന്നുള്ള വിഷയത്തിലാണ് ആ വിഷയത്തെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വിഷയം ഏകജാതൻ എന്നുള്ള വാക്കില് നമ്മൾ കാണുന്നു. ഈ മൂന്ന് വിഷയങ്ങൾ: ഒന്ന്, കർത്താവിന്റെ വ്യക്തിത്വത്തിന്റെ നിസ്തുല്യത; പിതാവുമായുള്ള ബന്ധത്തിന്റെ നിത്യമായ ബന്ധം, നിത്യ സമത്വ ബന്ധം. അതാണ് ഞാൻ കറക്റ്റ് വാക്ക് ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. പിതാവിനോടുള്ള സമത്വ ബന്ധം, നിത്യമായ സമത്വ ബന്ധമാണ് ഏകജാതൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്ന്, ദൈവിക പ്രകൃതം, ഡിവൈൻ നേച്ചർ ഓർ ഡിവൈൻ ആട്രിബ്യൂട്ട്. പിതാവായ ദൈവത്തിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും പുത്രനിലുമുണ്ട് എന്നുള്ള വിഷയമാണ്. ഇനി ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. ഇവിടെ കർത്താവ് വിഷയത്തിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണ്. ഈ ലോകത്തോട് കംപ്ലീറ്റ് കാണിക്കുന്ന സ്നേഹം അത് വിശ്വസിക്കുന്നവർക്ക് പ്രയോജനകരമായി തീരുന്നു എന്നുള്ള വിഷയത്തിലേക്ക് ആ വിഷയം കൊണ്ടുവരുന്നു. ഇവിടെ രണ്ട് വിഷയങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. നശിച്ചു പോകാതെ, അപ്പൊ നാശത്തെക്കുറിച്ച് അവിടെ പറയുന്നു, നിത്യജീവനെ കുറിച്ച് പറഞ്ഞു. ഈ ഒരൊറ്റ വാക്യത്തിൽ രണ്ട് വിഷയങ്ങൾ പറയുക. ഇത് റിലേറ്റ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ 14-ാം വാക്യത്തിൽ പറഞ്ഞ വിഷയത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് 16-ാം വാക്യം നിൽക്കുന്നത്. 14-ാം വാക്യത്തിൽ പറയുന്നത് മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം, അവിടെ വലിയൊരു നാശത്തെ കുറിച്ച് പറഞ്ഞു. 16-ാം വാക്യത്തിൽ അവിടെ ഈ പിച്ചള സർപ്പത്തെ നോക്കുന്നവർക്ക് മരണത്തിൽ നിന്ന് വിടുതലും ലഭിക്കുന്നതായിട്ട് കാണുന്നു. ആ മരണത്തിൽ നിന്നുള്ള വിടുതൽ താൽക്കാലികമാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. ഇവിടെ കർത്താവ് ആ വിഷയത്തെ ലിങ്ക് ചെയ്തിട്ട് നിത്യജീവൻ എന്നുള്ള ഒരു പുതിയ പ്രയോഗം നിക്കോദെമസിന് പരിചയപ്പെടുത്തി കൊടുക്കുക. വീണ്ടും ജനനത്തിന്റെ ശരിയായ ആശയത്തിലേക്ക് നിക്കോദെമസിനെ അവിടെ കൊണ്ടുവരിക. അപ്പൊ നമ്മൾ ഈ വിഷയം പഠിച്ചു വരുമ്പോൾ നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ഈ വിഷയത്തിന്റെ ശരിയായ ആശയങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ആവശ്യമുണ്ട്. ഇവിടെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന, അതായത് തൻ്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം, അത് സ്ഥാനീയമായി പുത്രൻ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആളത്വപരമായി ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ അവർ നിസ്തുല്യമായിട്ട് നിലകൊള്ളുമ്പോൾ അവരെ അങ്ങനെ തന്നെ മനസ്സിലാക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവരുടെ പ്രവൃത്തികളും ആളത്വപരമായി കൃത്യമായി മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് പറയുകയാണ്, ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ. ഈ ഏകജാതനായ പുത്രൻ അതിന് തൊട്ടുമേൽ കർത്താവിന് മനുഷ്യപുത്രൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് തന്നെ പല നിലകളിൽ പരിചയപ്പെടുത്തുക. അപ്പോൾ ആദ്യം നിക്കോദെമസിന് ചെറിയൊരു കൺഫ്യൂഷൻ വരുമെങ്കിലും ഈ വിഷയങ്ങളെ ചേർത്ത് ചിന്തിക്കുമ്പോൾ നിക്കോദെമസിന് ഈ വിഷയങ്ങൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ
ആരും നശിച്ചു പോകാതെ, പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. ഇവിടെ രണ്ട് വിഷയങ്ങളാണ് നിത്യജീവൻ അല്ലെങ്കിൽ വീണ്ടും ജനനം എന്നുള്ള വിഷയം കർത്താവ് പറയുമ്പോൾ എടുത്തു കാണിക്കുന്ന രണ്ട് വിഷയം. ഒന്ന് നിത്യമായ നാശവും ഒന്ന് നിത്യമായ ജീവനും. ഒന്ന് നിത്യമായി ദൈവത്തിൽ നിന്നുള്ള വേർപാട്, രണ്ട് നിത്യമായി ദൈവത്തോട് ലഭിക്കുന്ന ഒരു ബന്ധം. അതിന്റെ പ്രത്യേകത നാശത്തിലേക്കുള്ള പോക്കെന്ന് പറയും. ഇപ്പോൾ അവൻ നാശത്തിന്റെ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, അത് നിത്യനാശത്തിൽ ചെന്ന് അവസാനിക്കുന്നു. രണ്ടാമത്തേത് നിത്യജീവനാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവവുമായി ഈ ഭൂമിയിൽ വെച്ച് തന്നെ ലഭിക്കുന്ന നിത്യജീവന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ അംഗീകരിക്കുമ്പോൾ തന്നെ അവൻ നിത്യജീവൻ പ്രാപിച്ച വ്യക്തിയാണ്, വിശ്വാസിയാണ്, അല്ലെങ്കിൽ വ്യക്തിയാണ്, ആളാണ്. അദ്ദേഹത്തിന്റെ മേൽ ഇനി ദൈവത്തിന് ന്യായവിധിയില്ല. അവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. അതിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ കാര്യം കർത്താവ് കുറച്ചുകൂടെ വിശദമായിട്ട് കൊടുക്കുകയാണ്. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. പുത്രനെ അയച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷപ്പെടുവാനത്രേ. ലോകത്തെ കുറ്റം വിധിക്കുവാനായിട്ടല്ല കർത്താവ് വന്നത്. പക്ഷെ കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ലോകം ഓട്ടോമാറ്റിക്കലി കുറ്റമാക്കപ്പെടുന്നു അല്ലെങ്കിൽ കുറ്റം വിധിക്കപ്പെടുന്നു എന്ന് താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വരാം. എന്നാൽ അതിനകത്ത് നിന്നുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ആ വാക്യങ്ങളിലേക്ക് പോകാം. ഈ ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് പ്രധാന കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. നമ്മൾ ഈ വിഷയം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുന്നുണ്ട്. ആ വിഷയം പറയുന്നതാണ്. നമ്മുടെ വ്യക്തിപരമായ പഠനത്തിനും ഈ വിഷയങ്ങൾ പ്രയോജനപ്പെടും. നമ്മൾ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പുത്രനെ അയച്ചു. അപ്പൊ ദൈവസ്നേഹത്തിന്റെ പ്രത്യേകതയിൽ മൂന്ന് ഗുണപാഠങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ലോകത്തോടുള്ള ദൈവസ്നേഹം തന്റെ നീതിയെയും വിശുദ്ധിയെയും നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, കർത്താവ് ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് തന്റെ നീതിയും വിശുദ്ധിയും ഇല്ലാതാകുന്നില്ല, മാറ്റിവെക്കുന്നില്ല, അതിന് യാതൊരു മാറ്റവും വരുന്നില്ല എന്നുള്ളത്. ദൈവനീതി പുത്രന്റെ മേൽ നടപ്പാക്കപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് കൃപയാൽ രക്ഷ ലഭിച്ചിരിക്കുന്നത്. ഈ സത്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. അവിടെയാണ് നമ്മുടെ പരാജയം. അപ്പൊ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ വിശുദ്ധിയും യാതൊരു മാറ്റവും വരാതെ കൃത്യമായി നിൽക്കുമ്പോൾ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൽ ഈ ദൈവത്തിന്റെ നീതിക്കും വിശുദ്ധിക്കും യാതൊരു മാറ്റവും വരുന്നില്ല. കർത്താവ് ആളത്വപരമായി ഭൂമിയിലേക്ക് വരുമ്പോൾ കർത്താവ് സമ്പൂർണ്ണമായി നീതിമാനും സമ്പൂർണ്ണമായി വിശുദ്ധനുമാണ്. എന്നാൽ പാപികളായ നമുക്ക് വേണ്ടി പാപമാക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് മാറുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതായത് പാപികളുടെ മേലുള്ള ദൈവനീതി നിറവേറ്റുന്നതിനാണ് ഏകജാതനായ പുത്രനെ ദൈവം ക്രൂശിൽ യാഗമാക്കിയത്, അല്ലെങ്കിൽ പിതാവ് യാഗമാക്കിയത്. ആ ദൈവനീതി പാപികളുടെ മേലുള്ള ദൈവനീതി എന്ന് പറഞ്ഞാൽ, പാപത്തിന് ദൈവം ശിക്ഷ വിധിച്ചിട്ടുണ്ട്, പാപി ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. എന്നാൽ നമ്മുടെ കർത്താവ് അവിടെ പ്രായശ്ചിത്തമായി നിൽക്കുന്നു. ഈ വിഷയം നമുക്കറിയാവുന്ന വിഷയമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ച വിഷയം ദൈവസ്നേഹം, അതായത് ലോകത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ നീതിയെയും വിശുദ്ധിയെയും നിഷേധിക്കുന്നില്ല അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ വിഷയം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ നമ്മുടെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ രക്ഷയുടെ ഗൗരവം എത്ര വലുതാണ് നമ്മൾ ചിന്തിക്കണം. ദൈവനീതിയും ദൈവവിശുദ്ധിയും ദൈവം മാറ്റിവെക്കാതെ അതിന്റെ അതേ അളവിൽ, ആ വിശുദ്ധിയുടെയും നീതിയുടെയും നിറവിൽ നിന്നുകൊണ്ട് തന്നെ ദൈവം പാപിയെ സ്നേഹിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, ലോകത്തോടുള്ള ദൈവസ്നേഹം എല്ലാവരുടെയും പാപങ്ങളെ സ്വതവേ നീക്കുന്നില്ല. അതൊരു പ്രധാന വിഷയം. ലോകത്തോട് ദൈവം കാണിച്ച സ്നേഹം എല്ലാവരുടെയും പാപങ്ങളെ ഓട്ടോമാറ്റിക്കലി നീക്കുന്നില്ല, സ്വയമായിട്ട് നീക്കുന്നില്ല. ഇപ്പൊ പലരും പറയാറുണ്ട്, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട്, സർവ്വലോകത്തിന്റെയും പാപത്തെ വഹിച്ചു ക്രൂശിൽ മരിച്ചുകൊണ്ട് എല്ലാവരുടെയും പാപം മാറ്റപ്പെട്ടു, അതുകൊണ്ട് ഇനി ആരും നരകത്തിൽ പോകത്തില്ലെന്നാണ് വ്യാഖ്യാനിക്കുന്ന പല വ്യാഖ്യാനങ്ങളും ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ ഉണ്ട്, ഈവൻ വിശ്വാസികളുടെ ഇടയിൽ പോലും ഉണ്ട്. ഇവിടെ കർത്താവ് വളരെ സ്പെസിഫിക് ആയിട്ട് വിശ്വസിക്കുന്നവൻ എന്നും വിശ്വസിക്കാത്തവൻ എന്നും എടുത്തു പറഞ്ഞുകൊണ്ട് ആ വിഷയം വ്യക്തമാക്കുക. അതുകൊണ്ടാണ് ഞാനൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞത്, ലോകത്തോട് ദൈവം കാണിച്ച സ്നേഹം ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങളെ സ്വയമേ നീക്കുന്നില്ല. അത് കണ്ടീഷൻ അല്ല, അതിന് ദൈവം അവിടെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് കണ്ടീഷണൽ സാൽവേഷൻ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷെ മനുഷ്യന് ദൈവം ഒരു ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട്, ഒരു റെസ്പോൺസ്, ഒരു പ്രതികരണം മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ
നമ്മൾ ബൈബിൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ ദൈവം ഇതേ ഒരു വിഷയം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ ഹൃദയത്തോട് തന്റെ പരിശുദ്ധാത്മാവിനാൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പക്ഷത്തു നിന്നും ഒരു പ്രതികരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അതിന് തയ്യാറല്ല, നമ്മൾ ഇതിങ്ങനെ അതുകൊണ്ട് നമ്മൾ അറിവ് കൊണ്ട് ചീർത്തവരായി നിൽക്കുന്നു. അതോ പൗലോസ് നിങ്ങൾ അറിവ് കൊണ്ട് ചീർപ്പിക്കുന്നു. തിയോളജിക്കലി നമ്മൾ ഒത്തിരി അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവരാണ്, പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ ആനമുട്ടയാണ്. പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയായി പോകാനായിട്ടുള്ള കാരണം പ്രതികരണം. ഇവിടെ കർത്താവ് ലോകത്തെ സ്നേഹിച്ചപ്പോൾ ഈ സ്നേഹത്തെ ദർശിക്കുന്നവർ ആ കർത്താവിന്റെ സ്നേഹത്തോടൊന്ന് പ്രതികരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും. മൂന്നാമത്തെ വിഷയം, ലോകത്തോടുള്ള ദൈവസ്നേഹം അനുഭവിച്ചറിയുവാൻ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് മാത്രമേ ദൈവസ്നേഹത്തെ പൂർണ്ണ അളവിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഇപ്പോഴും നമുക്ക് ദൈവസ്നേഹത്തെ പൂർണ്ണ അളവിൽ മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ദൈവസ്നേഹത്തിന്റെ മഹത്വം മനസ്സിലാകണമെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ അതിന്റെ 16 കഴിഞ്ഞ് 17 വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആ ഒരു വിഷയം, അല്ലെങ്കിൽ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ലക്ഷ്യത്തെ നിക്കോദെമോസിന് വളരെ കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അപ്പോൾ എല്ലാ മനുഷ്യരും, നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്, സകല മനുഷ്യരും, പത്രോസ് ലേഖനം എഴുതാൻ പറയുന്നത്, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ദൈവം അങ്ങനെ ആഗ്രഹിക്കാനായിട്ടുള്ള കാരണം, തന്റെ ഏകജാതനായ പുത്രനെയാണ് പാപികൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി ക്രൂശിൽ യാഗമാക്കുന്നത്. അത് സകല മനുഷ്യർക്കും വേണ്ടിയാ. എന്നാൽ അവരിൽ നിന്ന് ഒരു പ്രതികരണം, ഒരു റെസ്പോൺസ് ദൈവം പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുള്ള റെസ്പോൺസാ? കർത്താവ് മരിച്ചു, നല്ല കാര്യം എന്നുള്ള റെസ്പോൺസ് അല്ല. കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തോട് വിശ്വാസത്താലുള്ള ഒരു ആശ്രയം. ഇന്ന് പലപ്പോഴും നമുക്ക് വിശ്വാസം എന്ന് പറയുന്ന വാക്കിൽ മാത്രമാണ്. ഈ വിശ്വാസം എന്ന വാക്കിന്റെ ശരിയായ ആശയം ആശ്രയം എന്ന് തന്നെയാണ്, പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ലോകത്തെ വിധിപ്പാനല്ല അയച്ച് എന്ന്. 18 വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന് താഴോട്ട് വാക്യങ്ങൾ ഈ 15 വാക്യത്തിൽ പറഞ്ഞ വാക്യം തന്നെയാണ് 18 വാക്യത്തിൽ പറഞ്ഞത്. 18 വാക്യത്തിൽ വരുമ്പോൾ, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വാസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഇവിടെ ദൈവത്തിന്റെ ന്യായവിധിയുടെ സാധ്യത, എന്തുകൊണ്ടാണ് മനുഷ്യൻ ന്യായം വിധിക്കപ്പെടുന്നത് എന്നുള്ള വിഷയം വളരെ വ്യക്തമായിട്ട് ഇവിടെ കർത്താവ് ഓർപ്പിക്കുക. അവിടെ രണ്ട് വിഷയം. ഒന്ന്, ഈ സർവ്വലോകത്തോടും വെളിപ്പെടുത്തപ്പെട്ട ദൈവസ്നേഹത്തെ മനുഷ്യൻ വിശ്വാസത്താൽ സ്വീകരിക്കാത്തത് കൊണ്ട് ന്യായവിധി വന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അവൻ ന്യായവിധിയുടെ കീഴില്ല. അപ്പോൾ എല്ലാ മനുഷ്യരും ന്യായവിധിയുടെ കീഴിലാണ്. നമ്മൾ എബ്രായ ലേഖനം 4:12 വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്ക് നിയമിച്ചു. ഇത് ഏദൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ച വിഷയമാണ്. എന്നാൽ ഇവിടെ ഈ സകല മനുഷ്യരെ ന്യായവിധിയുടെ കീഴിൽ ആയിരിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി കർത്താവ് യാഗമായി തീർന്നു, അല്ലെങ്കിൽ ക്രൂശിൽ മരിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? ന്യായവിധിയില്ല. പക്ഷെ അതിനൊരു കണ്ടീഷൻ വെച്ചിരിക്കുക, പുത്രനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഇനി അതിന് താഴോട്ടുള്ള വാക്യങ്ങളിൽ 19 തൊട്ടുള്ള വാക്യങ്ങളിൽ ന്യായം വിധിക്കപ്പെടുവാനായിട്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ജനം ഈ കർത്താവിനെ നിരസിക്കുന്നു എന്നുള്ള വിഷയം കൂടെ കർത്താവ് നിക്കോദെമോസിനോട് പറയുക. ഈ പുത്രനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്ത കാരണത്താൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ന്യായവിധിയുടെ അനുഭവവും നിത്യജീവന്റെ അനുഭവവും ഇത് രണ്ടും ഭൂമിയിൽ വെച്ച് തന്നെ മനുഷ്യൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ഒരു ന്യായവിധിയുടെ കീഴിൽ മനുഷ്യനായിരിക്കുന്നു, നിത്യജീവന്റെ അനുഭവത്തിലും മനുഷ്യനായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരായി നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ നിത്യജീവന്റെ അനുഭവത്തിൽ, അല്ലെങ്കിൽ സ്വർഗീയ ജീവിതത്തിന്റെ അനുഭവത്തിൽ നമ്മളെ ദൈവം കൊണ്ടുവന്നിരിക്കുക. ആത്മീകമായിട്ട്, ഭൗതികമായിട്ട് നമ്മൾ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അല്ലെങ്കിൽ കീപ്പ് ചെയ്യണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഉദ്ദേശം. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം വിശുദ്ധിയിൽ വിളിച്ച
വിശുദ്ധന് യോഗ്യമണ്ണം വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗീയമായിരിക്കുന്ന അനുഭവത്തിൽ ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വിശ്വാസികൾ ദൈവം കൊണ്ടുവന്നിരിക്കുക. അതിനാണ് സ്വർഗീയ സന്തോഷം എന്ന് പറയുക. നമ്മൾ അതിനെ രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നു. അപ്പോൾ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് വന്ന ഒരു വ്യക്തിയിൽ ഈ രക്ഷയുടെ സന്തോഷം ഉണ്ടാകും. ഈ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുന്നത് നമ്മൾ ഈ പഴയ അവസ്ഥയിലേക്ക് പാപത്തോട് അഭിനിവേശം കാണിക്കുമ്പോഴാണ് എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു. ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ താഴത്തേക്ക് വരുമ്പോൾ ഇത്ര വ്യക്തമായിട്ട് ദൈവസ്നേഹം വെളിപ്പെടുത്തപ്പെട്ടിട്ടും എന്തുകൊണ്ട് മനുഷ്യൻ കർത്താവിങ്കിലേക്ക് വരുന്നില്ല, കർത്താവിനെ തിരസ്കരിക്കുന്നു? അതിന് 3-4 കാരണങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് പോയിന്റ് വൈസ് ആ കാര്യങ്ങൾ ഒന്ന് നോക്കി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. 19 മുതൽ 21 വരെ, 3-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. ഇവിടെ വെളിച്ചം ആരാണ്? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കർത്താവാണ് വെളിച്ചം. അപ്പം വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതായതുകൊണ്ട് അവർ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഇവിടെ നമ്മൾ വായിക്കുന്നത് ന്യായവിധി എന്നതോ 19-ാം വാക്യത്തിൽ എന്തുകൊണ്ട് ന്യായവിധി ഭൂമിയിൽ വന്നു, കർത്താവ് അവിടെ വ്യക്തമായിട്ട് പറയുന്നത് പുത്രനിൽ ഏകജനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. 18-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. എന്നിട്ട് ആ ന്യായവിധി എന്തുകൊണ്ട് വന്നു എന്നതാണ് 19-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. ന്യായവിധി എന്നതോ, അതായത് യേശുക്രിസ്തു ദൈവിക വെളിച്ചമായി ഭൂമിയിലേക്ക് വന്നത് തൻ്റെ സാന്നിധ്യം അന്ധകാരത്തിലുള്ളവർക്ക് ന്യായവിധിക്ക് ഹേതുവായി. കുറച്ചുകൂടെ ലളിതമായിട്ട് ആ വിഷയം പറയാം, കുറച്ച് കോംപ്ലക്സ് ആയിട്ട് തോന്നും. അവിടെ വിഷയം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ദൈവം ലോക ന്യായവിധിക്ക് കീഴിലായി പോയത്? ദൈവിക വെളിച്ചമായിരിക്കുന്ന കർത്താവ് ലോകത്തിൽ വന്നതുകൊണ്ട് പാപാന്തകാരത്തിലായിരിക്കുന്ന മനുഷ്യൻ ഓട്ടോമാറ്റിക്കലി ന്യായവിധിക്ക് കീഴിലായി. അതിന് കാരണം എന്താണ്? ഈ വെളിച്ചം എന്നുള്ളത് അതിന് കാരണം. അതാ ഞാൻ പറയാനായിട്ടുള്ള കാരണം. ഇത് ഒറ്റ വാക്കിൽ പറയുമ്പോൾ കുറച്ച് ഇതെന്തോ സങ്കീർണമായൊരു വിഷയം പറയുന്നതെന്ന് തോന്നും. സങ്കീർണമല്ല. അവിടെ പറയുന്ന വിഷയം എന്തുകൊണ്ടാണ് കർത്താവ് വെളിച്ചമായി ഈ ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യൻ ഓട്ടോമാറ്റിക്കലി ന്യായവിധിയിലായത്. അതാണ് അതിന്റെ ഏറ്റവും ലളിതമായൊരു പ്രയോഗം. ന്യായവിധിക്ക് ഓട്ടോമാറ്റിക്കലി സകല മനുഷ്യരെ ന്യായവിധിയുടെ കീഴിലായി എന്ന് കർത്താവോട് പറയുകയാണ്. അതിന് കാരണം ഈ വെളിച്ചമായിട്ട് കർത്താവ് വന്നു. എന്താണ് വെളിച്ചം? വെളിച്ചം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമ്പൂർണ്ണ പരിശുദ്ധിയെയാണ് വെളിച്ചം വിവക്ഷിക്കുന്നത്. കേവലം ഒരു സൂര്യപ്രകാശമല്ല അവിടുത്തെ വിഷയം, സമ്പൂർണമായിരിക്കുന്ന പരിശുദ്ധിയുടെ പൂർണ്ണത. 1 തിമോഥെയോസ് 6-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ വിശുദ്ധിയെക്കുറിച്ച് അല്ലെങ്കിൽ കർത്താവിന്റെ വിശുദ്ധിയുടെ മഹത്വത്തെക്കുറിച്ച് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. 1 തിമോഥെയോസ് 6:16. അപ്പോൾ ഇവിടെ പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ വിശ്വാസികളോട് പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അത് ലേവ്യ പുസ്തകം 11:45 വാക്യം. അപ്പോൾ കർത്താവ് വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ ദൈവിക പരിശുദ്ധിയുടെ സമ്പൂർണതയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ആ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം മനുഷ്യനെ ഓട്ടോമാറ്റിക്കലി ന്യായവിധിയുടെ കീഴിലേക്ക് മാറ്റുകയാണ്. അതാണ് പറയുന്നത് അവൻ ന്യായവിധി വന്നു. അത് വിശ്വസിക്കാത്ത എണ്ണത്തിൽ ന്യായവിധി എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഷയം വെളിച്ചം എന്ന് പറയുന്നത് ആത്മീക പ്രകാശനമാണ്. 1 ദൈവത്തിന്റെ പരിശുദ്ധിയാണ്, 2 ആത്മീക പ്രകാശനമാണ്. രക്ഷിക്കപ്പെടുമ്പോൾ മുതൽ ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ലഭിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു കഴിവ്. നമ്മളിവിടെ പ്രാകൃത മനുഷ്യ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല എന്ന് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ ഞാൻ ഓൾറെഡി ആ വാക്യം പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഈ കർത്താവ് ഏകജാതനായ പുത്രനെ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ക്രൂശിന്മേലെ ഇപ്പൊ ഇവിടെ ഉയർത്തിയിട്ടില്ല, ഉയർത്താനായിട്ട് പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ഉയർത്തപ്പെട്ട് നിൽക്കുന്ന കർത്താവിനെ കണ്ടാൽ പോലും അത് ഉൾക്കൊള്ളുവാനായിട്ട്, അത് പ്രാപിക്കുവാനായിട്ട്, അത് സ്വീകരിക്കുവാനായിട്ട്, അത് വിശ്വസിക്കുവാനായിട്ട് ദൈവാത്മാവിന്റെ പ്രവർത്തനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇത് ആർക്കാ ഉണ്ടാകുന്നത്? രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിൽ ആക്കുമെന്ന് സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രക്ഷയെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയിലാണ് ദൈവത്തിന്റെ വ്യാപാരം നടക്കുക.
പാപത്തിൽ രസിച്ച് മുന്നോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ദൈവം ഒരുക്കിയ രക്ഷയിലേക്ക് പങ്കാളിയായി തീരുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ലെന്ന്. ദൈവം പിടിക്കും, അത് വേറൊരു വിഷയം. പക്ഷേ പാപത്തിൽ രസിക്കുന്ന മനുഷ്യന്റെ പ്രത്യേകത, അവൻ ഈ വെളിച്ചം കണ്ടിട്ട് ഇവൻ ഒരിക്കലും വെളിച്ചത്തിലേക്ക് വരത്തില്ല. അതാ കർത്താവ് താഴോട്ട് നമ്മൾ ആ വാക്യത്തിലേക്ക് വരും. അതിന്റെ അടുത്ത പോർഷൻ നമ്മൾ വായിക്കുമ്പോൾ 19-ന്റെ 2-ാം ഭാഗം, മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അപ്പൊ മനുഷ്യന്റെ ഒരു പ്രത്യേകത, ഇവന്റെ പ്രവൃത്തി ദോഷമുള്ളതായതുകൊണ്ട് ഇവൻ വെളിച്ചത്തിലേക്ക് വരാതെ ഇരുട്ടിനെ സേവിക്കും. ഇരുട്ട് എന്നുള്ളത് സാത്താനെ, പാപത്തെ ഒക്കെയാണ് ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അന്ധകാരം, ഇരുട്ട് എന്നുള്ളതൊക്കെ വിഷയം പാപത്തോടുള്ള ബന്ധത്തിലാണ്. അപ്പൊ ഇവിടുത്തെ പാപത്തിന്റെ പ്രത്യേകത, ഇവിടെ നമ്മൾ കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്, മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതായതുകൊണ്ടാണ് ഇവർ വെളിച്ചത്തിലേക്ക് വരാത്തതും വെളിച്ചത്തെ സ്നേഹിക്കാത്തതും. അപ്പോൾ കർത്താവ് വെളിച്ചമാണെന്ന് പറഞ്ഞതിന് ശേഷം കർത്താവ് വന്നിട്ട് പറയും, എന്തുകൊണ്ടാണ് ഈ പാപികൾ, ഞാൻ അവർക്ക് വേണ്ടി സ്നേഹം പകർന്നു നൽകി, അല്ലെങ്കിൽ പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ സർവ്വലോകത്തിനും വേണ്ടി പാപികൾക്കും വേണ്ടി നൽകിയിട്ട് പാപികൾ എന്തുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് വരുന്നില്ല എന്നതിന് കാരണം പറയുന്നത്, ഇവന്റെ പ്രവൃത്തികൾ ദോഷമുള്ളതായതുകൊണ്ട് ഇവന് വെളിച്ചത്തെക്കാൾ ഇഷ്ടം ഇരുട്ട എന്ന് പറഞ്ഞാൽ, ദൈവിക വിശുദ്ധിയേക്കാൾ മനുഷ്യന് ഇഷ്ടം പാപത്തിന്റെ പ്രവൃത്തികളാണ്. വിശ്വാസികളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശോധന ചെയ്താൽ അറിയാം, നമ്മുടെ ജഡത്തിന്റെ പ്രത്യേകത ദൈവിക വിശുദ്ധിയെ പ്രാപിക്കുന്നതിനോ ദൈവിക വിശുദ്ധിയോട് വെളിച്ചത്തോട് ചേർന്ന് നടക്കുന്നതിലും നമുക്ക് ഇഷ്ടം ഈ ലോകത്തോട് അനുരൂപരായി നടക്കുന്നതിലാണ്. അപ്പൊ ഇത് തന്നെയാണ് ഇവരുടെ പ്രശ്നം. ഇവര് കർത്താവിലേക്ക് വരാതിരിക്കുന്നതിനുള്ള ഒരു കാരണം, ഇവരുടെ പ്രവൃത്തി ദോഷമുണ്ട്. ഈ പ്രവൃത്തി കൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് പറ്റത്തില്ല, വെളിച്ചത്തിലേക്ക് വരുവാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ 2-3 ആശയങ്ങളുണ്ട് ഈ പ്രവൃത്തി ദോഷമുള്ള. ഒന്ന്, ഇത് ബാഹ്യമായ പ്രവൃത്തികൾ മാത്രമല്ല. പാപം ബാഹ്യമായ പ്രവൃത്തികളെക്കാൾ ആഴമേറിയതാണ്. പ്രധാനമായിട്ടും അത് നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമായി ഇഴചേർന്ന് നിൽക്കുന്നു. ഞാൻ അങ്ങനെ പോയിന്റ് ആയിട്ട് പറയാനുള്ള കാരണം നമുക്ക് ഈ കാര്യം മനസ്സിലാകാൻ വേണ്ടിയാണ്. ഒന്ന്, പാപം ബാഹ്യ പ്രവൃത്തി, നമ്മൾ കക്കുന്നു, കള്ളം പറയുന്നു, ഉപദ്രവിക്കുന്നു, ശണ്ട കൂടുന്നു, ഇതൊക്കെ പാപമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ മോഷ്ടിക്കുന്നു. എന്നാൽ പാപം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഇവൻ വിട്ടുപോരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഈ ബാഹ്യ പ്രവൃത്തികളെക്കാൾ ആഴമേറിയതാണ്. അത് നമ്മുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമായി ഇഴചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ചിന്താഗതി ഇരുളിനോട്, എപ്പോഴും പാപത്തോട്, ഇരുട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. സുവിശേഷത്തിന്റെ വെളിച്ചം, നമ്മൾ പൗലോസ് പറയുന്നുണ്ട്, സുവിശേഷത്തിന്റെ വെളിച്ചം പ്രകാശിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ പ്രഭു ജാതികളുടെ മനസ്സിനെ, ഹൃദയങ്ങളെ ഇരുട്ടാക്കി കളഞ്ഞു. അപ്പൊ അതേ ആശയം തന്നെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഇത് പാപം, അവൻ പ്രവൃത്തി ദോഷമുള്ളതായതുകൊണ്ട് അവൻ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നു. 2, നാം ഊഹിക്കുന്നതിലും അല്ലെങ്കിൽ നാം ചിന്തിക്കുന്നതിലും ആഴമേറിയ പ്രശ്നമാണ് പാപം. കാരണം ദൈവിക പരിശുദ്ധിയെക്കാളിലും നമുക്ക് താല്പര്യം നമ്മുടെ പാപ സ്വഭാവത്തോടാണ്. എന്ന് പറഞ്ഞാൽ ഈ പാപം എത്രത്തോളം നമ്മുടെ ഹൃദയത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഹവ്വ ഒരു പഴം പറിച്ച് തിന്നതേ ഉള്ളൂ അവിടുത്തെ പ്രശ്നം. പക്ഷെ അവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്താ? ദൈവിക കൽപ്പനയെ പൂർണ്ണമായിട്ട് അവിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു അനുഭവത്തിലേക്ക് ഹവ്വ മാറി, അത് ന്യായവിധിയിലേക്ക് വന്നു. ഇന്നും ദൈവം തന്റെ സ്നേഹവും കരുതലും കൃപയൊക്കെ നമുക്ക് വെളിപ്പെടുത്തിയിട്ട് ഈ ദൈവിക പരിശുദ്ധിയിലേക്ക് നമുക്ക് യാതൊരു താല്പര്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുവാൻ താല്പര്യമില്ലാത്ത തക്കവണ്ണം നമ്മുടെ പ്രവൃത്തികൾ ദോഷമുള്ളതായതുകൊണ്ട് നമ്മൾ അതിൽ ഡിപ്പെൻഡ് ചെയ്യും. 3-ാമത്തെ വിഷയം എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ ജനം നിഷേധിക്കുവാനായിട്ടുള്ള കാരണം അവർക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അവരുടെ മൊറാലിറ്റി അവർ ഒരിക്കലും അതിനുവേണ്ടി സമ്മതിക്കുന്നില്ല. അതാണ് ഏറ്റവും ലളിതമായിട്ട്. അവരുടെ ധാർമ്മികത അവരെ ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ മനുഷ്യന് പാപം പ്രവർത്തിക്കുവാനുള്ള അനുവാദ ചീട്ട് നഷ്ടപ്പെടും എന്നുള്ള ഓട്ടോമാറ്റിക് ചിന്താഗതി അവന്റെ മനസ്സിൽ വരുന്നത് കൊണ്ട് അവൻ കർത്താവിനെ നിഷേധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പ്രവൃത്തി ദോഷമുള്ളതാണ് എന്നുള്ള വിഷയത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. അപ്പൊ മനുഷ്യൻ ക്രിസ്തുവിനെ നിഷേധിക്കുവാനായിട്ടുള്ള 1-ാമത്തെ കാരണം നമ്മൾ കണ്ടത്, ദൈവത്തിന്റെ സാന്നിധ്യം വ്യക്തമായി വെളിപ്പെട്ടാലും മനുഷ്യൻ എന്ത് ചെയ്യുക? ആ പരിശുദ്ധിക്ക് മുമ്പിൽ നിൽക്കാൻ കഴിയാതെ തന്നെത്താൻ മാറിപ്പോകുന്നു. അവന് ന്യായവിധി ഒരു വിഷയമല്ല, അവന്റെ ചിന്താഗതിയാണ് വിഷയം.
രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രവൃത്തികൾ ദോഷമുള്ളതായതുകൊണ്ട് അവൻ ഓട്ടോമാറ്റിക്കലി സുവിശേഷത്തിൽ നിന്ന് മാറി വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നു. അത് 19-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. രണ്ടാം ഭാഗം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തിന്മ പ്രവർത്തിക്കുന്നവൻ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിനെ ത്യജിക്കുന്നു. അതിന് കാരണം എന്താ? ഇവരുടെ പ്രവൃത്തി വെളിപ്പെടും എന്നുള്ള ഭയം. അതുകൊണ്ട് അവർ കർത്താവിനെ നിഷേധിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവരുടെ പ്രവൃത്തി വെളിപ്പെടും എന്നുള്ള ഭീതിയാണ്. 20-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. ഇന്നും പലരും അങ്ങനെയാ, വിശ്വാസികളും അങ്ങനെയാ, വെളിച്ചത്തിലേക്ക് വരത്തില്ല. എന്താ വെളിച്ചത്തിലേക്ക്? കർത്താവിങ്കിലേക്ക് വരത്തില്ല. ഇവിടെ വെളിച്ചം എന്നുള്ള വിഷയം കർത്താവാണ്, കർത്താവിന്റെ വിശുദ്ധിയാണ്. ദൈവവചനത്തിങ്കിലേക്ക് വരത്തില്ല. കുറച്ചുകൂടെ അത് നമ്മളങ്ങ് മനസ്സിലാകത്തക്ക നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ബോധം വരുത്തുമ്പോൾ, ദൈവവചനം വായിക്കുകയോ ദൈവവചനം കേൾക്കുകയോ ചെയ്ത് നമ്മളുടെ കുറവുകളെ നമുക്ക് ബോധം വരുത്തുമ്പോൾ, നമ്മുടെ മനസ്സിൽ പ്രൈമറി ആയിട്ട് നടക്കുന്ന ഒരു കാര്യം അതിനെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാമെന്നുള്ളതാണ്. ഒരിക്കലും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഈ പ്രവൃത്തി വെളിപ്പെട്ടു വരാതിരിക്കുവാനായിട്ട് ഇവൻ എന്ത് ചെയ്യുക? വെളിച്ചത്തിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവവചനം വായിക്കത്തില്ല. എൻ്റെ കുറവ് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വചനം വായിക്കണം. വചനം വായിക്കുമ്പോൾ എൻ്റെ കുറവ്, അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുക? വിശ്വാസികൾ പോലും ബൈബിൾ വായന മാറ്റി വെക്കും, അതിന് പകരം കുറെ ഓഡിയോ മെസ്സേജസ് കേൾക്കും. അപ്പൊ പ്രശ്നമില്ല. ഈ വചനം കേൾക്കുമ്പോൾ അത് ഹൃദയങ്ങളെ അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യും. അപ്പൊ ഞാൻ ഈ വിഷയങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്ത, നമ്മൾ ഒരാളുടെ പ്രസംഗം കേൾക്കുവാണെങ്കിൽ പ്രസംഗകന്റെ ആലോചന അതിനകത്ത് ഇങ്ങനെ നിഴലിച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അദ്ദേഹം കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മാറ്റേണ്ട കാര്യങ്ങൾ, മുറിച്ചു മാറ്റേണ്ട കാര്യങ്ങൾ, ചെത്തിവെടുപ്പാക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ വിശ്വാസികൾക്ക് പരിക്കില്ലാത്ത നിലയിലാണ് ഇന്നത്തെ ശുശ്രൂഷകൾ മുഴുവൻ. വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞാലും വിശുദ്ധിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടെ, പക്ഷെ എന്താണ് വിശുദ്ധീകരിക്കേണ്ടതെന്ന് പറയില്ല, എന്താണ് കുറവെന്ന് പറയില്ല, വിശുദ്ധി ആവശ്യമാണെന്ന് പറയാം. അപ്പൊ നമ്മൾ കേൾക്കും, അയ്യോ വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിച്ചു, പക്ഷെ വിശുദ്ധീകരിക്കേണ്ടത് എന്താണെന്ന് പറയത്തില്ല, എങ്ങനെ വിശുദ്ധീകരിക്കാം എന്ന് പറയത്തില്ല. പക്ഷെ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട്, നിന്റെ സനീഷ നിന്റെ ജീവിതത്തിൽ ഇന്ന പാപം ഇരിക്കുന്നു എന്ന് കൃത്യമായിട്ട് സംസാരിക്കും. അങ്ങനെ ഒരു സംസാരം നമുക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ദൈവവചന വായന നമ്മൾ ഒഴിവാക്കും. അതാണ് ഏറ്റവും ലളിതമായ ആശയം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ, എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രവൃത്തി, തൻ്റെ മനസ്സിനെ കുറ്റം വിധിക്കാതിരിക്കാൻ ഇവൻ വെളിച്ചത്തിലേക്ക് വരത്തില്ല. അപ്പോൾ അവിശ്വാസികള് സുവിശേഷത്തോട് റെസ്പോണ്ട് ചെയ്യാത്തതിന് ഒരു കാരണം ഇതാ, അവരുടെ പാപം വെളിപ്പെടും. ഇപ്പൊ നമുക്കിപ്പോൾ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ എല്ലാ പാപം നമുക്കറിയില്ല, അവരാരാന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. ഈ ദൈവവചനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഈ പാപങ്ങൾ മുഴുവൻ ഓർമ്മയിലേക്ക് വരും. അതിനെക്കുറിച്ച് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് രക്ഷയ്ക്കുള്ള മുഖാന്തരം. എന്നാൽ മനുഷ്യനുള്ള പ്രശ്നം, നമുക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ കുറവുകൾ ഒരിക്കലും നമുക്ക് മുമ്പിൽ വെളിപ്പെട്ട് വരുന്നത് നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ അതിനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുവാനായിട്ട് ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ കൂടുതലുകളും ബൈബിൾ ക്ലാസ്സുകളും വചന പഠനങ്ങളൊക്കെ ഇന്ന് പണ്ടത്തെ കാലത്തേക്കാൾ കുറഞ്ഞു വരാനായിട്ടുള്ള കാരണമെന്നും ഓർപ്പിക്കട്ടെ. ഇനി അതിന്റെ അടുത്ത 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് കൃത്യമായിട്ട് നിക്കോദെമസിന്റെ കാര്യം പറയുകയാണ്. അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 20-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. ഈ സത്യം പ്രവർത്തിക്കുന്നവനെ കുറിച്ച് എന്തോ പറയാം? ഇവിടെ പ്രവൃത്തിയല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം പാപി അല്ലെങ്കിൽ ഒരു വ്യക്തി എന്തുകൊണ്ട് കർത്താവിലേക്ക് വരുന്നില്ല എന്നുള്ള വിഷയം. അപ്പൊ 20-ാം വാക്യം വരെ ഈ വിഷയം പറഞ്ഞു വന്നിട്ട് 21-ാം വാക്യത്തിൽ വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഈ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ചിരിക്കുന്ന വ്യക്തി അവൻ സത്യം പ്രവർത്തിച്ചിരിക്കൊണ്ട് തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടുവാനായിട്ട് വെളിച്ചത്തിലേക്ക് വരും എന്ന് പറഞ്ഞാൽ തന്നിലുള്ള വിശ്വാസത്തെ താൻ സാക്ഷ്യപ്പെടുത്തുമെന്നൊരു ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, ഏറ്റവും ലളിതമായിട്ട്. അപ്പോൾ നിക്കോദെമസിനോട് കർത്താവ് പറഞ്ഞു കൊണ്ടുവന്ന വിഷയം ഇത്രയും കാര്യം, ഈ 20 വാക്യങ്ങൾ പറഞ്ഞ വിഷയം, അതായത് ഈ 14-ാം വാക്യത്തിൽ പിച്ചള സർപ്പം ഉയർത്തുന്ന വിഷയം പറഞ്ഞപ്പോൾ തന്നെ നിക്കോദെമസിന്റെ ജീവിതത്തിൽ ശരിയായ മാനസാന്തരം ഉണ്ടായി കഴിഞ്ഞു. എന്നാൽ താഴോട്ടുള്ള വിഷയം കർത്താവ് പറയുകയാണ്, എന്തുകൊണ്ടാണ് ആളുകൾ എൻ്റെ അടുക്കിലേക്ക് വരാത്തത്? അത് അവരുടെ പ്രവൃത്തിയാണ്, അവരുടെ പാപ സ്വഭാവമാണ്, അത് ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് 20-ാം വാക്യം അവസാനിച്ച് 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് കൃത്യമായിട്ട് പറയാം, എന്നിൽ വിശ്വസിച്ചിരിക്കുന്നവൻ, വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നവൻ, അവൻ ദൈവത്തിൽ നിന്ന് തൻ്റെ പ്രവൃത്തി ചെയ്തിരിക്കാൻ അത് വെളിപ്പെടുത്തുവാൻ അവന് സന്തോഷമുണ്ട്. അതിൻ്റെ ഏറ്റവും ലളിതമായ രംഗം ഞാൻ പറഞ്ഞു, നമുക്ക് ക്രിസ്തുവിലുള്ള സാക്ഷ്യം.
ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഞാനൊരു ദൈവ പൈതലാണ്, ഞാനൊരു വിശ്വാസിയാണ് എന്ന് മറ്റുള്ളവർക്ക് മുമ്പാകെ നമ്മളെ തന്നെ വെളിപ്പെടുത്തുവാനായിട്ടുള്ള ധൈര്യം വെളിച്ചത്തിൽ വന്നു കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ അത് ഫൗണ്ടേഷനാണ്, ആദ്യമാണ്. എന്നാൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ, വിശുദ്ധിയുടെ അനുഭവത്തിൽ, വേർപാട് ജീവിതത്തിന്റെ അനുഭവത്തിൽ നമ്മൾ ചേർന്ന് വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസിയായിട്ട് ലോകത്തോട്, സഹവിശ്വാസികളോട് പരിചയപ്പെടുത്തുവാനായിട്ട് കഴിയും. ഇന്ന് നമുക്കുള്ള പ്രശ്നം എന്നാ? നമുക്കിതിന് താല്പര്യമില്ല. ഞാനൊരു വിശ്വാസിയാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് എപ്പോഴാണ്? ഞായറാഴ്ച രാവിലെ ഹോളിൽ വന്ന് അകത്ത് കയറി. ഇപ്പൊ എല്ലാം AC ഹോളും ആയതുകൊണ്ട് നല്ല സുഖം, അകത്ത് കയറി കഥ അടച്ച പിന്നെ ആരും നമ്മളെ കാണത്തില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാലോ മറ്റുള്ളവരെ പോലെ തന്നെ ആകുവാൻ നമ്മൾ ശ്രമിക്കുക. വേഷവിധാനത്തിലെ എല്ലാ രീതിയിലും, സംസാരത്തിലെ, വേഷവിധാനത്തിലെ, നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും അവിശ്വാസികളെ പോലെ ആയിരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്താ? നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അടിസ്ഥാനപരമായിരിക്കുന്ന പാപ സ്വഭാവം ഇരിക്കുന്നത് കൊണ്ട്, നമ്മുടെ പ്രവൃത്തിയിൽ ദോഷം ഇരിക്കുന്നത് കൊണ്ട് നമ്മളെ തന്നെ ഒരു വിശ്വാസിയായിട്ട് വെളിപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നു. രക്ഷ നഷ്ടപ്പെടുന്ന വിഷയമല്ല, ഇത് നമ്മുടെ ഐഡന്റിറ്റിയുടെ വിഷയം. നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഞാനൊരു ദൈവ പൈതലാണ്, അതുകൊണ്ട് ഈ ലോകത്തിന് ഞാൻ അനുരൂപനല്ല. ഐ എം എ ഡിഫറെന്റ് പേഴ്സൺ, എനിക്കൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിത രീതിയിൽ വ്യത്യാസമുണ്ട്, എൻ്റെ സംസാര രീതിയിൽ വ്യത്യാസമുണ്ട്, എൻ്റെ പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം കാണിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. കർത്താവ് പറയുക, നിക്കോദെമോസേ, നീ ഇപ്പോൾ മാനസാന്തരപ്പെട്ടു, നീ ഇപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുകയാണ്, പക്ഷെ ഇനിയിപ്പോ നിന്റെ ഉത്തരവാദിത്വം എന്താ? യു ഹാവ് ടു പ്രൂവ് ദാറ്റ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നീ പറയാ സത്യം പ്രവർത്തിക്കുന്നവൻ, അവൻ ദൈവത്തിൽ നിന്ന് ചെയ്തിരിക്കൊണ്ട് അത് വെളിച്ചത്ത് കൊണ്ടുവരണം. അതാ ഞാൻ പറഞ്ഞത്. പിന്നീട് മുന്നോട്ട് വരുമ്പോൾ നിക്കോദെമോസ് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ കൃത്യമായിട്ട് പറയുന്ന, കർത്താവിന് വേണ്ടി ഒരു വാക്ക് സംസാരിച്ചു. കർത്താവ് മരിക്കുമ്പോൾ ക്രൂശിങ്കിൽ കൃത്യമായിട്ട് താൻ വെളിപ്പെടുത്തി, ഈ കർത്താവിന്റെ ഭൗമിക ശരീരത്തിൽ ഞാൻ ഈ സുഗന്ധദ്രവ്യം പൂശുമ്പോൾ ഞാൻ ഈ കർത്താവിന്റെ ശിഷ്യനാണെന്ന് എന്നെ തന്നെ ഈ കൊലയാളികൾക്ക് മുമ്പാകെ, പരീശന്മാർക്ക് മുമ്പാകെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെ നിക്കോദെമോസിന്റെ അനുഭവത്തിലൊന്നും അല്ല, നമ്മളിന്ന് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുള്ള അനുഭവത്തിലാണ് നമ്മൾ. പക്ഷേ ഈ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിലെ തിന്മ പ്രവൃത്തികൾക്കൊരു മറയായിട്ട് നമ്മൾ വെളിച്ചത്തിലേക്ക് വരാതെ നമ്മളെ തന്നെ ഹൈഡ് ചെയ്തുകൊണ്ട്, നമ്മൾ ഹൈഡ് ചെയ്ത വിഷയങ്ങൾക്ക് നമ്മൾ ന്യായീകരണം കണ്ടെത്തുക. അതാണ് ഇന്നത്തെ വിശ്വാസ സമൂഹത്തിന്റെ പ്രത്യേകത. നമ്മൾ വ്യക്തിപരമായിട്ട് ദൈവസന്നിധിയിൽ ഈ നിക്കോദെമോസിനോട് കർത്താവ് പറഞ്ഞ വിഷയങ്ങളൊന്നും ചെയ്യും. കർത്താവ് വാസ്തവത്തിൽ ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കൊണ്ട് ദൈവസന്നിധിയിൽ നീതി പ്രവർത്തിച്ചിരിക്കുന്നു. അതായത് കർത്താവിന്റെ നീതി എന്ന് പറഞ്ഞിട്ട് പുത്രൻ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ വിശ്വാസം എന്നിലുള്ളത് കൊണ്ട് ഞാൻ ഈ കാര്യം പരസ്യമായിട്ട് എൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടും. ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ വീണ്ടും ജനിച്ചവനാണ്, ഞാൻ പുതുതായി ജനിച്ചവനാണ് എന്ന് വെളിപ്പെടുത്തുവാനായിട്ട് കഴിയണം. അവിശ്വാസികൾ അതിലേക്ക് വരാതിരിക്കാനുള്ള കാരണം അവരുടെ പാവം അവർക്ക് തടസ്സമാണ്. അവരുടെ ഉള്ളിൽ പാവം ഇരിക്കുന്നതുകൊണ്ട് ആ പ്രവൃത്തി വെളിപ്പെടുമെന്നുള്ള പേടി അവർക്കുണ്ട്. നമ്മൾക്കുള്ള പേടി അത് തന്നെയാണ്. നമ്മൾ ആരാണെന്ന് ലോകത്തിനുണ്ട്. അതുകൊണ്ട് തൽക്കാലം വിശ്വാസിയാണെന്ന് ആരും അറിയണ്ട, പഴയതുപോലെ അങ്ങ് ജീവിച്ചു പോയേക്കാം. ഹോളിനുള്ളിൽ വരുമ്പോൾ വിശ്വാസി, വിശ്വാസികൾ ഇടയ്ക്ക് വരുമ്പോഴും വിശ്വാസി. അങ്ങനെയല്ല. ലോകത്തിന് മുമ്പാകെ ദീപങ്ങളായിട്ട്, വെളിച്ചങ്ങളായിട്ട്. പൗലോസ് കൊരിന്ത്യ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ പറയും, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പ്രിയമുള്ളവർ, ക്രിസ്തുവിൽ നിന്ന് നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആ വെളിച്ചം ലോകത്തിന് പകരുവാനായിട്ട് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നു. ഒറ്റ വാക്കിൽ, അതായത് കേവലം 4 വാക്യങ്ങളിൽ കർത്താവ് നിക്കോദെമോസിനോട് വീണ്ടും ജനനത്തെക്കുറിച്ച് പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല. കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ തന്റെ ഹൃദയത്തിൽ മാനസാന്തരം ഉണ്ടായി. അപ്പോൾ കർത്താവ് പറയുക, ഈ വെളിച്ചം അത് ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് ഇത് പുറത്തേക്ക് പ്രവൃത്തിയാൽ വെളിപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും കർത്താവിനെ വെളിപ്പെടുത്തുന്നവരായിരിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.